സാംസ്കാരിക ജാഥയിൽ തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ജാഥയുടെ മാനേജർ കൂടിയായിട്ടുള്ള ജോൺ ജോഫിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കുറച്ചു നേരമായി രണ്ട് സുഹൃത്തുക്കൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കിറ്റ് നമ്മളെല്ലാവരും കണ്ടു. അതിൽ അവസാന ഭാഗത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള നീതി ആയോഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓരോ 2 വർഷം കൂടുമ്പോഴും പുറത്തിറക്കുന്ന റിപ്പോർട്ടിൽ വികസനത്തെ സംബന്ധിച്ച്, സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച്, മാനവ വികസന സൂചകങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പുറത്തിറക്കുന്ന റിപ്പോർട്ടിൽ കഴിഞ്ഞ 4 റിപ്പോർട്ടുകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് എന്നാണ് അതിൽ പറഞ്ഞത്. നീതി ആയോഗ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം പഴയ പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരാണ്. 1950 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ലോകത്തെ ഏറ്റവും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ USSR എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ പുരോഗതിക്ക് എന്താണ് അടിസ്ഥാനമെന്ന് പരിശോധിച്ചുകൊണ്ട് അത് പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1950 ആരംഭിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടുകൊണ്ട് അവരുണ്ടാക്കിയ സ്ഥാപനത്തിൻ്റെ പേരാണ് നീതി ആയോഗ്. ആ നീതി ആയോഗ് ഓരോ 2 വർഷം കൂടുമ്പോഴും പുറത്തിറക്കുന്ന റിപ്പോർട്ടിൽ കഴിഞ്ഞ 4 റിപ്പോർട്ടുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായി ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് കുറവുള്ള 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. പ്രസവത്തിൽ അമ്മമാർ മരിക്കുന്നതിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. പ്രതീക്ഷിത ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ജീവിത ഗുണമേന്മ സൂചകങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലകളിലും മികച്ചു നിൽക്കുന്ന സംസ്ഥാനമായി കേന്ദ്രം ഭരിക്കുന്ന, BJP ഭരിക്കുന്ന, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് തെരഞ്ഞെടുത്ത 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനം എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പേര് ജോൺ ജോഫി എന്നാണ്. ഞാനൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായി വിരമിച്ച ആളാണ്. ഒരു ദിവസം നേരം വെളിച്ചാകുമ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിലെ പ്രിൻസിപ്പലായി ചുമതലയേറ്റ ഒരാളല്ല. അതിലേക്ക് എന്നെ പ്രാപ്തമാക്കിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സംഭാവന അതിലുണ്ട്, അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും സംഭാവനകൾ അതിലുണ്ട്. ഇങ്ങനെ അപ്പന്മാരുടെയും അപ്പൻ്റെ മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും അതുപോലെ അമ്മയുടെ അപ്പൻ്റെയും അപ്പനപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ പങ്ക് അതിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോൺ ജോഫിയെ രൂപപ്പെടുത്തിയതിൽ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് ആളുകൾക്ക് അതിൽ പങ്കുണ്ട്. കേരളത്തിലെ ഇന്ന് പറയുന്ന ഈ ജീവിത ഗുണമേന്മ സൂചകങ്ങൾ നീതി ആയോഗിന്റെ മുമ്പിൽ 1-ാം സ്ഥാനത്തെത്തിയത് എന്തൊക്കെ കാരണങ്ങളാണ് എന്ന് പരിശോധിക്കുമ്പോൾ കേരളം ഭരിച്ച വിവിധ സർക്കാരുകളുടെ അതാത് കാലത്തെ ജനക്ഷേമ ദീർഘദർശിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് കാണാൻ കഴിയും. 1956 കേരളം രൂപം കൊണ്ട നവംബർ 1 രൂപം കൊണ്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 1957 നടന്ന തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ ഒരു സർക്കാരാണ് കേരളത്തിൽ നിലവിൽ വന്നത്.
വെറും 26 മാസവും 26 ദിവസവും മാത്രം ഭരിച്ച സർക്കാർ കേരളത്തിൽ ചെയ്ത 3 കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. വീട്ടിൽ നിന്ന് കോരനെയും ഔസേപ്പിനെയും മുസ്തഫയെയും ചവിട്ടി പുറത്താക്കുന്ന കാലഘട്ടത്തിൽ, ജാതി ജമ്മി നാടുവാഴിത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓരൊറ്റ ആളെയും ജമ്മിക്ക് കഴുത്ത് പിടിച്ച് പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമം, ആന്റി എവിക്ഷൻ എന്ന് പറയുന്ന ആക്ട് പാസ്സാക്കുകയാണ്. കുടിയിറക്ക് വിരുദ്ധ നിയമം പാസ്സാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന ജീവിക്കുന്ന കുടിലിൽ നിന്ന് ഒരാളെയും പുറത്തു പോകാൻ ചവിട്ടി പുറത്താക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവരിക. രണ്ടാമത്തെ നിയമം, കർഷകൻ ഭൂമിയിൽ അന്ത്യാവോളം പണിതെടുത്ത് കിട്ടുന്ന ആദായം മുഴുവൻ ജമ്മിയുടെ വീട്ടിൽ കൊണ്ട് തുലച്ച് പട്ടിണി കിടന്ന് നരകിക്കുന്ന അവസ്ഥയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് അന്നത്തെ റവന്യൂ മിനിസ്റ്റർ KR ഗൗരിയമ്മ കൊണ്ടുവന്ന നിയമമുണ്ട്, കാർഷിക ബന്ധ നിയമം. ആരാണ് കൃഷിപ്പണി ചെയ്യുന്നത് ആ ഭൂമി അവന് സ്വന്തമാക്കി കൊണ്ടുള്ള നിയമം 57 EMS സർക്കാർ കൊണ്ടുവന്നു. മൂന്നാമത്തെ നിയമമാണ് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസ നിയമം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന നിയമം 1957. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. എന്നാൽ 84 വയസ്സ് വരെ ജീവിച്ച് 10 വർഷം മുമ്പ് മരിച്ചുപോയ എൻ്റെ അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചത്. എന്തുകൊണ്ടാണ് അപ്പന് പഠിക്കാൻ പറ്റാതെ പോയത് എന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ പഠിക്കുന്ന 50 കാലത്ത് അദ്ദേഹത്തിന് വീട്ടിൽ 5-8 മക്കളുള്ള വീട്ടിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ 8 പേരും പാടത്ത് പോയി പണിതാൽ പോലും ഭക്ഷണം കിട്ടാത്തൊരു കാലമായിരുന്നു. കൃഷിഭൂമി സ്വന്തമായി കിട്ടിയപ്പോൾ അത് അനുഭവിക്കാൻ ആ വീട്ടിലെ ആളുകൾക്ക് പറ്റിയപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ സാധിച്ചു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ എല്ലാ ജനങ്ങളും, ആകമാന ജനങ്ങളും സ്കൂളിലേക്ക് പോകുന്ന സംഭവം ഉണ്ടായത്. 67 EMS സർക്കാർ അധികാരത്തിൽ വന്നു. 80 EK നായനാർ സർക്കാർ അധികാരത്തിൽ വന്നു. 87 EK നായനാർ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം വീണ്ടും നായനാരുടെ സർക്കാർ, VS അച്യുതാനന്ദൻ സർക്കാർ ഒക്കെ നിലവിൽ വന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കേരളത്തിന്റെ ജീവിത ഗുണമേന്മ വർദ്ധിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കി. ഇന്ന് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ആ 3.5 കോടി ജനങ്ങളിൽ മൊത്തം പരിശോധിച്ചാൽ 85 ലക്ഷം കുടുംബങ്ങളാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ 85 ലക്ഷം കുടുംബങ്ങളെ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ ഒരു പരിപാടി സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ. 62 ലക്ഷം പേർക്ക് പ്രതിമാസം 2000 രൂപ കിട്ടുകയാണ്. എന്റെ പ്രസംഗം ശ്രവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ പലർക്കും ഈ പെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആകെയുള്ള കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 85 ലക്ഷം കുടുംബങ്ങളിൽ 62 ലക്ഷം പേർക്കും പ്രതിമാസം 2000 രൂപ നൽകിക്കൊണ്ട് സാമൂഹിക സുരക്ഷിത പെൻഷൻ നടപ്പിലാക്കിക്കൊണ്ട് ഒരാളും പട്ടിണി കിടക്കരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. കഴിഞ്ഞ മാസം ഈ സർക്കാർ പ്രഖ്യാപിച്ചു 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ മറ്റൊരു പെൻഷനും ലഭിക്കാത്ത സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ 10 ലക്ഷം പേർക്കാണ് 1000 രൂപ വെച്ച് പ്രതിമാസം അക്കൗണ്ടിലെത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 85 ലക്ഷം കുടുംബങ്ങളിൽ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ കിട്ടുന്നു. 10 ലക്ഷം പേർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടുമ്പോൾ 62 10 72 ലക്ഷം. 85 ലക്ഷം കുടുംബങ്ങളിൽ 72 ലക്ഷം പേർക്ക് അവരവന് പട്ടിണി കൂടാതെ ജീവിക്കാവുന്ന സുരക്ഷിത പെൻഷൻ കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 2 സംഗതികൾ എന്നത് ചോദിച്ചാൽ, ഒന്ന് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റൊന്ന് സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ 2 സൗകര്യങ്ങളാണ്. ഈ പറയുന്ന സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ ആകെ 12,647 വിദ്യാലയങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ 500 വിദ്യാലയങ്ങൾ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ്. പണമുള്ളവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ്. 11,400ഓളം വിദ്യാലയങ്ങൾ ഗവൺമെന്റും എയ്ഡഡും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇവിടെ കൂടി നിൽക്കുന്ന തലനിരച്ച ആളുകളൊക്കെ പഠിക്കുന്ന കാലത്തെ സ്കൂളിൽ കാലൊടിഞ്ഞ ബെഞ്ചും മൂത്രപ്പുരയിലേക്ക് ദുർഗന്ധം പൂർവ്വം
അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയും ഓടുപൊട്ടി ചോർന്നരിക്കുന്ന കെട്ടിടങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചുറ്റും നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന കാഴ്ച എന്താണ്? ഉജയലൻ ശ്രീകൃഷ്ണനെ പോയി കാണാൻ പോയി തിരിച്ചു വന്നതുപോലെ തന്റെ കെട്ടിടത്തിന് വന്ന രൂപമാറ്റം കണ്ട് അന്തം വിട്ടു വന്ന വീടിന് വന്ന മാറ്റം കണ്ട് അന്തം വിട്ടു നിന്ന കുജയലിനെ പോലെ കേരളത്തിലെ 11,000 ചില്ലാനം വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യം ഒളിച്ചു മാറ്റിക്കൊണ്ട് നേരത്തെ ഒരു സുഹൃത്ത് ഇവിടെ സ്കിറ്റിൽ പറഞ്ഞതുപോലെ AC റൂം അടക്കമുള്ള നമ്മുടെ കുട്ടികൾക്ക് ആകർഷകമായി സൗകര്യപ്രദമായി ഗുണകരമായി വിദ്യാഭ്യാസം നടത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല നോക്കൂ പ്രിയപ്പെട്ടവരെ, ഓരോ സ്കൂളിലും പരിശോധിക്കുമ്പോൾ കേരളം മൊത്തം എടുക്കുകയാണെങ്കിൽ 50,000 ക്ലാസ് റൂമുകൾ ഇന്റർനെറ്റ് കണക്ഷനും LCD പ്രൊജക്ടറും വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒരു സ്വിച്ച് ഇട്ടാൽ ഇന്റർനെറ്റ് കണക്ഷൻ വന്നു, ഒരു സ്വിച്ച് ഇട്ടാൽ LCD പ്രൊജക്ടർ വന്നു. ഇതാണ് ഉഗാണ്ട, ഇതാണ് ആഫ്രിക്ക, ഇതാണ് അമേരിക്ക എന്ന് നേരായി കാണിക്കാൻ പറ്റുന്ന ലോകത്തെ വിരൽത്തുമ്പിൽ നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവരുന്ന 50,000 ക്ലാസ് മുറികൾ പണിതുകൊണ്ട് ഹൈടെക് വിദ്യാഭ്യാസം ജാതി നോക്കാതെ മതം നോക്കാതെ നിറം നോക്കാതെ തറവാട് നോക്കാതെ ആകമാന ജനങ്ങൾക്ക് ഉറപ്പുവരുത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ആ വികസിത സംസ്ഥാനമായ കേരളത്തെ ഇനിയിപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് നോക്കാം. പല ചിത്രങ്ങളും കണ്ടപ്പോൾ മലയോര ഹൈവേയുടെ ചിത്രം, തീരദേശ ഹൈവേയുടെ ചിത്രം. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ച സംസ്ഥാനം കൊച്ചിയിൽ കേരളമാണ്. ഇങ്ങനെ ഗതാഗത സൗകര്യം, വാർത്താവിനിമയ സൗകര്യം, ഫോൺ എന്ന് പറയുന്ന സൗകര്യം, ഫോൺ സൗകര്യം എടുക്കാൻ പറ്റാത്ത സാമ്പത്തികമായി പിന്നി നിൽക്കുന്ന ആളുകൾക്ക് ഫോൺ, കേരള ഗവൺമെന്റിന്റെ ഫോൺ സംവിധാനം, ഇന്റർനെറ്റ് നേരിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്ന സംവിധാനം, അങ്ങനെ വാർത്താവിനിമയ സൗകര്യം, ഗതാഗത സൗകര്യം മുഴുവൻ ജനങ്ങൾക്കും അനുഭവവൈദ്യമാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഭരണം തുടരണമോ വേണ്ടയോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഭരണം തുടരണം എന്ന് തന്നെയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പറയാൻ പറ്റുക. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇന്ന് ലോകത്ത് നമുക്കിപ്പോൾ വീട്ടിൽ പാചകവാതകം കിട്ടാത്ത അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ്? ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ബോംബിട്ടുകൊണ്ട് ആ രാജ്യത്തെ പരമോന്നത നേതാവിന് ഇറാൻ പ്രസിഡന്റിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അധ്യക്ഷനായ നരേന്ദ്രമോദി എന്തു പറഞ്ഞു? അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റായിട്ടുള്ള മഡൂറോ എന്ന് പറയുന്ന ആളെ തട്ടിക്കൊണ്ടുപോയി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണാധികാരി നരേന്ദ്രമോദി എന്തു പറഞ്ഞു? കഴിഞ്ഞ വർഷങ്ങളായിട്ട് 50,000-ത്തിലധികം കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകളഞ്ഞ് ഇസ്രായേൽ പാലസ്തീനിൽ വെടിവെപ്പ് തുടർന്നുകൊണ്ട് കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ അധ്യക്ഷൻ നരേന്ദ്രമോദി എന്തു പറഞ്ഞു? നാട്ടിലൊരു ചൊല്ലുണ്ട്, നിങ്ങൾ വായിക്കുന്ന പുസ്തകം ഏതെന്ന് പറയൂ, നിങ്ങളാരെന്ന് പറയാം. നിങ്ങളുടെ കൂട്ടുകാരൻ ആരെന്ന് പറയൂ, നിങ്ങളാരെന്ന് പറയാം. നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിയോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരെന്ന് പറയൂ. അത് ഇസ്രായേലിന്റെ നെതന്യാഹു, USA-യുടെ ട്രംപ്. നമുക്ക് മനസ്സിലായി നിങ്ങൾ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തെ കൂട്ടക്കൊലകൾ നടത്തി അതിന്റെ ഫലമായി ഇപ്പോൾ നമുക്ക് വീട്ടിലെ ഇനി ഒരാഴ്ച കഴിഞ്ഞ പെട്രോൾ വരെ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ, പാചകവാതം ഇപ്പോൾ തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയിൽ, ഇവിടെ നിൽക്കുന്ന പല ഹോട്ടലുകൾ അടച്ചുപൂട്ടിയ അവസ്ഥയിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണാധികാരിയുടെ നിലപാട് എന്താണ്, അയാളുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തെ ചെറുക്കാൻ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ കേരള ഗവൺമെന്റിന്റെ നയം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ കൂട്ടുകാരൻ നെതന്യാഹു അല്ല, ഇസ്രായേൽ അല്ല, ഞങ്ങളുടെ കൂട്ടുകാരൻ അമേരിക്കയിലെ ട്രംപ് അല്ല, ഞങ്ങൾ ഗാസയിലെ അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ ഇറാനോടൊപ്പമാണ്, ഞങ്ങൾ വെനിസ്വേലയിലെ മഡൂറോയ്ക്കൊപ്പമാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്ന, പീഡനമേൽക്കുന്ന ഈ പട്ടിണി പാവങ്ങളോടൊപ്പം നിലകൊള്ളുന്ന മനുഷ്യത്വപൂർണമായിട്ടുള്ള പുരോഗമന ജീവിത നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഈ സർക്കാർ ഇനിയും അധികാരത്തിൽ വരണമോ വേണ്ടയോ എന്നതാണ് ചോദ്യം. പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് സർവതന്ത്ര സ്വതന്ത്രരായി നെഞ്ഞു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് അവനവന്റെ വ്യക്തി അന്തസ്സ് സംരക്ഷിച്ചുകൊണ്ട് നടന്നു പോകാവുന്ന, ജീവിക്കാവുന്ന വേറൊരു സംസ്ഥാനമുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഉണ്ടെങ്കിൽ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി, ആ വെള്ളാരം കണ്ണുകളുള്ള പെൺകുട്ടി, നമ്മുടെ പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യം, ആ പെൺകുട്ടി വ്യത്യസ്ത മതത്തിൽപ്പെട്ട, ഇതര മതത്തിൽപ്പെട്ട ഒരാളെ പ്രണയിച്ചുകൊണ്ട് ജീവിക്കാൻ ഗതിയില്ലെന്ന് മനസ്സിലാക്കി ഇന്ത്യ മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കൂ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദളിത് വിഭാഗത്തിലെ ജനങ്ങൾക്കും മുസ്ലിം ന്യൂനപക്ഷത്തിനും ക്രിസ്ത്യാനി ന്യൂനപക്ഷത്തിനും അടികൊള്ളാതെ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനമാണ്. അത് ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. പാട്ടുപാടുന്ന, നാടകം കളിക്കുന്ന, സംഗീതം ആലപിക്കുന്ന, മോണാക്ട് കളിക്കുന്ന കലാകാരന്മാരും കലാകാരികളും ഒത്തുചേർന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടിയായി ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്? സംസ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സമസ്തമായിട്ടുള്ള കാര്യങ്ങളുടെയും സാരസത്തയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കണമോ വേണ്ടയോ എന്ന ചോദ്യം വരുമ്പോൾ ഈ കേരളത്തിൽ പുരോഗമന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇനിയും അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് വീണ്ടും അധികാരത്തിലേറ്റണം എന്ന് തന്നെയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ അഭിപ്രായം എന്ന് പാട്ടിലൂടെയും കലകളിലൂടെയും ജനങ്ങളോട് സംവദിക്കാനാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടിയുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ നല്ല പ്രേക്ഷകർ ഇവിടേക്കൊന്ന് വരേണ്ടതുണ്ട്. കാരണം നമുക്ക് അല്ല പാട്ടും നാടകവും കളിയും കൂടിയിട്ടുള്ളൊരു നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടേക്കൊന്ന് വന്നു കഴിഞ്ഞാലേ നമുക്കത് സ്വസ്ഥമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അകലെ നിന്നാൽ അതിൻ്റെ ശരിക്കും കൃത്യമായിട്ടുള്ള ഭീഷൺ കിട്ടില്ല. അപ്പോൾ എല്ലാവരോടും ഇങ്ങോട്ടൊന്ന് വരാൻ അഭ്യർത്ഥിക്കുകയാണ്. ഉണ്ടോ? പ്ലീസ്.